ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ ഇഎനെ കുറിച്ചാണ്, എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ബോട്ടിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടുമായി കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് കണക്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഏത് ബ്രോക്കർ ആണെങ്കിലും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ടെലഗ്രാം ഗ്രൂപ്പാണ്, താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റിസൾട്ട്. കഴിഞ്ഞ ആഴ്ച 1-ാം തീയതി ഏകദേശം 1-ാം തീയതി മുതൽ ഇത് കണക്ട് ചെയ്തത്, ഏകദേശം 4-ാം തീയതി മുതലാണ് ട്രേഡ് എടുക്കുന്നത്, കാരണം തിങ്കളാഴ്ച മുതൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ ഇത് നിങ്ങൾക്കും ലൈവ് അക്കൗണ്ടിലേക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ വീഡിയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ബോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫുൾ ടൈം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ലണ്ടൻ സെഷൻ മാത്രം ട്രേഡ് എടുക്കുന്ന, ഗോൾഡിൽ ട്രേഡ് എടുക്കുന്ന ബോട്ടാണ്. അത് കഴിഞ്ഞ് ബി ടി സിയിലേക്കും അത് സെറ്റപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് GBP USD, NSD USD, AUD USD എന്നിവയിലും ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള സെറ്റിംഗ് ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ടെസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളും അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുക എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ റെഫറിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിലെ XNSലാണ് ഈ ഒരു ബോട്ടിന് കൂടുതൽ റിസൾട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് XNS ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം. അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട്. പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി, ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്, ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് മാനുവലായിട്ട് എടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു പുതിയ ബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് ഫയൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻ്റെ റെഫറിലുള്ളവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 VPS കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ VPS ഇതാണ്. ഓക്കെ, ടെസ്റ്റിംഗ് ഫയൽ ടെസ്റ്റ് ചെയ്യാണ്. 2 VPS ഉണ്ട്. ഒന്നാമത്തെ VPSൽ ആണ് നമ്മുടെ ഈ ആക്റ്റീവായിട്ടുള്ള എടുക്കുന്ന ഈ ഒരു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 1-ാം തീയതി കണക്ട് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ VPS ആണ്. VPS ഉപയോഗിച്ച് നിങ്ങൾ 24 hours നിങ്ങൾ ട്രേഡ് വർക്ക് ചെയ്യുന്ന ഒരു ആണെങ്കിൽ നിങ്ങൾ VPSന് ഉപയോഗിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഇതുവരെ SL ഒന്നും അടിച്ചിട്ടില്ല. അതിപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷെ ഇതുവരെ നമുക്ക് ഈ ഒരു ഇതിൽ SL ഒന്നും അടിച്ചിട്ടില്ല. ഏകദേശം നമ്മുടെ പ്രോഫിറ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഇതുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണക്ട് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് SL അടിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ഇന്ന് നാളെ അടിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് VPSൽ ഞായറാഴ്ച രാത്രി ഓണാക്കിയിട്ട് പിന്നെ വെള്ളിയാഴ്ച ഓഫാക്കുന്ന രീതിയിലുള്ള ആണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ഫുൾ ടൈം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പാർഷ്യലായിട്ട് നിങ്ങൾ ഓണാക്കി ഓഫാക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റിസൾട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 2 മണി വരെ 5 മണി വരെയൊക്കെ ആണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫയൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ടൈമിനനുസരിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഓണാക്കുമ്പോൾ ഹൈയും ലോയും കണക്കാക്കിയിട്ട് അതിൽ ഒരു സെൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പും ഓർഡർ പ്ലേസ് ആക്കും. പിന്നീട് വർക്ക് ചെയ്യുന്നത് അത് ഇതിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇൻപുട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ SL പോയിന്റുകൾ ട്രയലിംഗ് SL ഉണ്ട്. ആ ട്രയലിംഗ് SL ആണ് പിന്നീട് വർക്ക് ചെയ്യുന്നത്. അത് മാക്സിമം നമുക്ക് ലോസ് കുറക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസുകളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഫുൾ അടിച്ചാലും ടാർഗറ്റ് നമുക്ക് ചിലപ്പോൾ ചെറിയ പോയിന്റുകളായിരിക്കും ഉണ്ടാവുക. കാരണം അത് ട്രയലിംഗ് SL കവർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. പിന്നെ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആണ്. ഇത് ഇന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു ആഴ്ച തന്നെ റിയൽ ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് വിൻ റേറ്റ് ഒക്കെ ഉള്ള സെയിം തന്നെയാണ്. ഏകദേശം ഇതിൽ 68 ലോങ് ട്രേഡും അതുപോലെ 67 ഷോർട്ട് ട്രേഡും ഉണ്ട്. ഇതിൽ നമുക്ക് വിന്നിങ് റിസ്ക് റിവാർഡ് കുറച്ച് കൂടുതലായിരിക്കും ഇതിന് വരുന്നത്. ഇതിൽ മാക്സിമം നമുക്ക് നമ്മൾ ടൈം നിൽക്കുന്നത് 5 മണി മുതൽ 8 മണി വരെ. 5 മണി മുതൽ 5 മണി എന്ന് പറയുമ്പോൾ MT5 5 എന്ന് പറയുമ്പോൾ ഇവിടെ 10:30 മുതൽ 8 എന്ന് പറയുമ്പോൾ ഏകദേശം 2:30 2 മണി വരെ ആയിരിക്കും 8 എന്ന് പറയുമ്പോൾ.
അല്ലെങ്കിൽ 1.30 ആ റേഞ്ച് ആയിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക ഈ ഒരു EA. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ബാക്ക് ടെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഗ്രൂപ്പിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് പറയാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾ ഒരു EA കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു EAക്ക് നിങ്ങൾക്ക് VPSൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 10:30 വന്നിട്ട് ഓൺ ആക്കിയ ശേഷം 1:30 ക്ലോസ് ആക്കിയാൽ മതി. ഒരു ഏകദേശം 4 മണിക്കൂർ മാത്രമേ ഈ ഒരു EA വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഏകദേശം ഞാൻ ജനുവരി മുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഏകദേശം $500 നമ്മൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് $5,570 നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഇട്ടിരിക്കുന്നത് ഇതുവരെയുള്ളത്. ഏകദേശം 31 ഈ ഒരു 8-ാം തീയതി വരെയുള്ള ടെസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്സിൽ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഓട്ടോലോട്ടാണ്. 2% ആണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ റിസ്ക് എടുക്കുക. അതുപോലെ പിപ്പ് ബേസ് ആണ്, 2 ബേസ് ഉണ്ട്. ഒന്നാമത് കാൻഡിൽ ബേസും ഉണ്ട്, ഹൈ ആൻഡ് ബേസ് ഇതുണ്ട്, അതുപോലെ പിപ്പ് ബേസും ഉണ്ട്. പിപ്പ് ബേസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് 350 ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 3.50 ആയിരിക്കും ഗോൾഡിൽ പോയിന്റ് നമുക്ക് ലോസ് വരിക. അതിൽ ടേക്ക് പ്രോഫിറ്റ് 5 പോയിന്റ് ആയിരിക്കും. പിന്നീട് ഒരു ബഫർ ഉണ്ട്. നമ്മൾ ക്യാൻഡിൽ ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും ആണ് വരുന്നത്. അപ്പോൾ കുറച്ച് ബഫർ ഇട്ടിട്ടായിരിക്കും വെക്കുക. കാരണം സ്പ്രെഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഫോൾട്ട് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്രailing സ്റ്റോപ്പ് ലോസ് ഉണ്ട്. 2 പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ട്രailing ആരംഭിക്കും. അതുപോലെ ബ്രേക്ക് ഈവൻ ഉണ്ട്. 2 പോയിന്റ്, 2 പിപ്പ് അല്ല 2 പോയിന്റ്, രണ്ടിലും 2 പോയിന്റാണ്. 2 പോയിന്റ് മേലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 1 പോയിന്റിൽ അത് ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിൽ ഡെയിലി ഡ്രോഡൗൺ വെച്ചിട്ടുണ്ട്. ഡെയിലി ഡ്രോഡൗൺ 5% ഡെയിലി ഡ്രോഡൗൺ വന്നു കഴിഞ്ഞാൽ അന്ന് പിന്നെ ട്രേഡ് എടുക്കില്ല. അതുപോലെ തന്നെ ഡെയിലി ടാർഗറ്റ് വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഞാൻ ടാർഗറ്റ് വെച്ചിട്ടില്ല. നമുക്ക് ഡ്രോഡൗൺ മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിലും കൊടുക്കാം. സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും കൊടുത്തിട്ടുണ്ട്. അത് വഴിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എന്താ പറയുക, പക്ക നമുക്ക് ഒരു നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ മാനുവൽ ട്രേഡ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഡെയിലി ഇത്ര ട്രേഡ് മാത്രമേ എടുക്കുള്ളൂ. ഇത്ര ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ട്രേഡ് എടുക്കില്ല എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പ് ചെയ്ത നമ്മുടെ സ്ട്രാറ്റജിനെ ഈ സ്ട്രാറ്റജി കൺവേർട്ട് ചെയ്തിട്ട് ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം നല്ല റിസൾട്ട് ഉണ്ട്. ഈ ഒരു ബാക്ക് ടെസ്റ്റ് ഏകദേശം നമുക്ക് ജനുവരി ചെറിയൊരു റിസൾട്ട് ഉള്ളൂ, ഫെബ്രുവരി ഉണ്ട്, അതുപോലെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അതൊക്കെ അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് മൺഡേ റിസൾട്ട് കുറവാണ്. കാരണം മൂവ്മെൻറ്റ് കുറവായിരിക്കും. എന്നാലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം റിസൾട്ട് ഇതിനുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ലൈവ് ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന EA നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു EA ഉടൻ തന്നെ ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് അതിലിടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബോട്ട് കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാം. നിങ്ങളുടെ എൻ്റെ റെഫറൽ അൽപ്പായറിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ XNSലാണെങ്കിലും നിങ്ങൾ എൻ്റെ റെഫറൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രീമിയം ഗ്രൂപ്പും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.